പല രാജ്യങ്ങളിലും വലതുപക്ഷ ഭരണകൂടങ്ങൾ ശക്തി പ്രാപിക്കുകയാണ്. അമേരിക്കയിൽ ട്രംപാണ്, യൂറോപ്പിൽ പലയിടത്തും ഈ നവ വലതുപക്ഷ സർക്കാരുകളുണ്ട്. അവർക്കെല്ലാം കുടിയേറ്റ വിരുദ്ധത ഒരു പ്രധാനപ്പെട്ട എന്താ പറയുക എലമെന്റ് ആണ്. അതുപോലെ തന്നെയാണ് ഈ ഗർഭചിത്രം, ഹോമോസെക്ഷുവാലിറ്റി തുടങ്ങിയവയെക്കുറിച്ചുള്ള സാമ്പ്രദായികമായ യാഥാസ്ഥിതികമായ എതിർപ്പ്, ഇസ്ലാമോഫോബിയ, ഹോമോഫോബിയ, ഇതൊക്കെ അതിന്റെ ക്യാരക്ടേഴ്സാണ്. കാര്യം 12 കൊല്ലം ഒരു പോപ്പ് വിപ്ലവകരമായ നയങ്ങളുമായി ഇരുന്നു എങ്കിലും ലോകത്ത് പലയിടത്തും വളരെ യാഥാസ്ഥിതികമായ സാമ്പ്രദായികമായ ഗവൺമെന്റുകളും അവരുടെ നയങ്ങളും നടപ്പാവുകയാണ്. അമേരിക്കയിലെ ട്രംപ് ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള ഉദാഹരണവുമാണ്. അപ്പോൾ പോപ്പ് നിലപാടുകൾ എടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ലോകം മാറുന്നു എന്ന് നമുക്ക് പറയാമോ? അല്ല, പോപ്പിൻ്റെ നിലപാട് കൊണ്ട് ലോകം മാറുന്നു അല്ലെങ്കിൽ മാറും എന്ന് പറയാൻ കഴിയില്ല. പണ്ട് നെപ്പോളിയൻ വളരെ പ്രസിദ്ധമായി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, മാർപ്പാപ്പയ്ക്ക് എത്ര ഡിവിഷൻ പട്ടാളമുണ്ട് എന്ന്. മാർപ്പാപ്പയ്ക്ക് കീഴിൽ സ്വിസ് ഗാർഡുകൾ ഉണ്ട് എന്നല്ലാതെ ഒരു ഡിവിഷൻ പട്ടാളവുമില്ല, ഒന്നുമില്ല, പോലീസ് പോലുമില്ല. പക്ഷേ മാർപ്പാപ്പയുടെ ശബ്ദം അത് ലോകം മുഴുവൻ ശ്രദ്ധയോടെ ശ്രവിക്കുന്നത് അതിൻ്റെ ആ ധാർമ്മികമായ കരുത്തിൻ്റെ പേരിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് സ്വന്തം അജഗണത്തിന് വേണ്ടിയാണ്. ഇടയൻ്റെ ശബ്ദമാണ്. നല്ല ഇടയൻ ആടുകളുടെ ഗന്ധം അറിയുന്നവനാണ് എന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആധുനിക കാലത്ത് വാസ്തവത്തിൽ ഏറ്റവും വിമർശിക്കപ്പെടുന്ന ഭരണാധികാരിയാണ് അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ്. ട്രംപിൻ്റെ ഏറ്റവും വലിയ വിമർശകനാര് എന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസിസ് പാപ്പയാണ്. അത്തരത്തിലുള്ള എല്ലാവരെയും അകറ്റി നിർത്തുന്ന, എല്ലാവരെയും പുറത്താക്കുന്ന ആ നയമല്ല അദ്ദേഹത്തിൻ്റേത്. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, ആശ്ലേഷിക്കുന്ന നയമാണ്. അതാണ് സാഹോദര്യത്തിൻ്റെ സമീപനം. അദ്ദേഹം യൂറോപ്പിലേക്ക് ഉള്ള ഈ അഭയാർത്ഥികൾ, സിറിയയിൽ നിന്നും മറ്റും വരുന്നവരെ, അവർക്ക് വേണ്ടി യൂറോപ്പ് വാതിലുകൾ അടയ്ക്കരുത് എന്ന് പരസ്യമായി പറയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വത്തിക്കാനിൽ മാത്രമല്ല മറ്റ് പല യൂറോപ്യൻ നഗരങ്ങളിലും കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങൾ അവർക്ക് അഭയാർത്ഥികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പാപ്പയാണ്. അപ്പോൾ അദ്ദേഹം സംസാരം മാത്രമല്ല പ്രവൃത്തിയുമുണ്ട്. ആ പ്രവൃത്തിയെ ജ്വലിപ്പിക്കുന്നത് ഈ സംസാരത്തിൻ്റെ പരിശുദ്ധിയാണ്, പാവനത്വമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പാപ്പ പെട്ടെന്ന് ഉണ്ടാവില്ല എന്ന് പറയുന്നത് കൊണ്ടാണ്. അപൂർവമായി സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. മറ്റ് പലതരത്തിലുള്ള പാപ്പന്മാരെ നമുക്ക് കിട്ടുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. ഞാൻ തന്നെ സമീപകാലത്തെ പാപ്പമാരുടെ പേരുകൾ പറഞ്ഞു. ജീവിച്ചിരുന്ന കാലത്ത് അവർക്ക് നമുക്ക് പ്രിയങ്കരായ പാപ്പമാരായിരുന്നു. ജോൺ പോൾ II, ജോൺ 23 ഒക്കെ ഉൾപ്പെടെ. പക്ഷേ ഇദ്ദേഹത്തിൻ്റേത്, ഫ്രാൻസിസ് പാപ്പയുടെ ജീവിതം അത് അവിസ്മരണീയമായ, വിസ്മയജനകമായ ഒരു അനുഭവമായി ലോകത്തിന് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പാപ്പയ്ക്ക് നമ്മൾ അന്തിമോപചാരം അർപ്പിക്കുമ്പോൾ, അന്ത്യാഞ്ജലി അർപ്പിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഇനി ഇതുപോലെ ഒരു പാപ്പയെ ഈ ലോകത്തിന്, നമുക്ക് സമകാലിക ലോകത്തിന് കിട്ടുമോ എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. കിട്ടുമായിരിക്കാം, കിട്ടില്ലായിരിക്കാം. പക്ഷെ ആര് വന്നാലും ഇനി ഈ ഫ്രാൻസിസ് പാപ്പ തെളിച്ച വഴിയിൽ നിന്ന് വളരെ ഏറെ വിഭിന്നമായി മറ്റൊരു വഴി കണ്ടെത്തി മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം യേശുവിൻ്റെ സുവിശേഷത്തിന് ഒരു പുതിയ ഭാഷ്യം, ഒരു പുതിയ വിശദീകരണം നൽകിക്കൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ ഈ ലോകത്തെ ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്താണ് എന്ന് പഠിപ്പിച്ചത്. ഇതിൻ്റെ ചോദ്യങ്ങൾ പോലും സുവിശേഷത്തിൽ യേശു ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. എല്ലാവരെയും അകറ്റി നിർത്തുന്നവരെക്കുറിച്ച്, അങ്ങനെ കുറേ ആളുകളുണ്ടല്ലോ സഭയ്ക്ക് സ്വീകാര്യരല്ലാത്ത വ്യക്തികൾ, അവരെക്കുറിച്ച് പോലും എന്താ ഈ പാപ്പ പറഞ്ഞത്? വിധിക്കാൻ ഞാൻ ആര് എന്നാണ്. മഗ്ദലന മറിയ പാവനിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അന്ന് യേശു പറഞ്ഞതും അതുതന്നെയാണ്, ഞാനും നിന്നെ വിധിക്കുന്നില്ല എന്നാണ്. പക്ഷെ എല്ലാവരെയും വിധിക്കുകയാണ്, നമ്മൾ വിധിയാളരാവുകയാണ്, നമ്മളെല്ലാവരെയും ശിക്ഷിക്കാൻ നോക്കുകയാണ്. അതായിരുന്നില്ല ഫ്രാൻസിസ് പാപ്പയുടെ നയം. ആ നയത്തിൻ്റെ ആ പരിശുദ്ധി അതാണ് ലോകത്തെ ആകർഷിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ തന്നെ കത്തോലിക്കർ മാത്രമല്ലല്ലോ, ഇതര മതസ്ഥർ അവരും എത്ര സ്നേഹാദരത്തോടെയാണ് ഈ പാപ്പയെക്കുറിച്ച് പറയുന്നത്, ഈ പാപ്പയെക്കുറിച്ച് അവർ ഓർമ്മിക്കുന്നത്. അത് ലോകത്തിന് കിട്ടിയ, ഈ കാലത്ത് നമ്മുടെ ജീവിതകാലത്ത് കിട്ടിയ അതിമഹത്തായ, അത്ഭുതകരമായ, വിശുദ്ധമായ വരദാനമായി തന്നെ ഫ്രാൻസിസ് പാപ്പയെ നമുക്ക് കാണേണ്ടി വരും.